കൈപ്പറമ്പുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ കലശം 2026 ജൂലൈ 8 മുതൽ 15 വരെ അതിവിപുലമായി കൊണ്ടാടുന്നു. ഇതോടൊന്നിച്ച് കൈപ്പറമ്പ് ശിവക്ഷേത്രത്തിൽ ദ്രവ്യകലശം ജൂലൈ 8 മുതൽ 13 വരെയും ബ്രഹ്മകലശം ജൂലൈ 13 തിങ്കളാഴ്ച രാവിലെ 8:30 നടക്കുകയാണ്. കൈപ്പറമ്പുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ കലശത്തെ പറ്റിയും ശിവക്ഷേത്രത്തിലെ ദ്രവ്യകലശത്തെ പറ്റിയും സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷമാണ് കൈപ്പറമ്പുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ കലശം നടക്കുന്നത്. ഇതിനു മുമ്പ് 14 വർഷം മുമ്പാണ് നവീകരണ കലശം നടന്നിരിക്കുന്നത്. നവീകരണ കലശം 2026 ജൂലൈ മാസം 8-ാം തീയതി, അതായത് ഇന്ന് ആരംഭിക്കുകയാണ്. ഇതിൻ്റെ പ്രതിഷ്ഠ ജൂലൈ 15-ാം തീയതി ബുധനാഴ്ച ജൂലൈ 15-ാം തീയതി ബുധനാഴ്ചയാണ് നടക്കുന്നത്. ശിവക്ഷേത്രത്തിൽ ദ്രവ്യകലശം 6 ദിവസങ്ങളാണ് നടക്കുന്നത്. അത് ഇന്ന് ആരംഭിച്ച് അതിൻ്റെ അവസാന ദിവസം ജൂലൈ 13-ാം തീയതി തിങ്കളാഴ്ചയായിരിക്കും. നവീകരണ കലശത്തോടനുബന്ധിച്ച് ഒട്ടേറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതെല്ലാം വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. നവീകരണത്തോടനുബന്ധിച്ച് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ പൂർണ്ണമായി കരിങ്കല്ലിൽ നിർമ്മിച്ച് ചെമ്പോലം മേഞ്ഞ് ഇന്ന് അതിൻ്റെ സമർപ്പണമായിരുന്നു ക്ഷേത്രത്തിൽ വെച്ച്. ആ പുതുക്കിയ ശ്രീകോവിലിൻ്റെ സമർപ്പണം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ ശങ്കരനാരായണ നമ്പൂതിരിപ്പാടും ക്ഷേത്രം മൂരാളൻ ബ്രഹ്മശ്രീ കുറൂർ കൃഷ്ണൻ ഭട്ടതിരിപ്പാടും കൂടി ഇന്ന് രാവിലെ 9 മണിക്ക് നിർവഹിച്ചു. അതോടൊപ്പം തന്നെ ഭഗവതി ക്ഷേത്രത്തിന് അഭിമുഖമായി ഒരു മനോഹരമായ ഒരു ഗോപുരം, അലങ്കാര ഗോപുരം പണിതിട്ടുണ്ട്. അതിൻ്റെ സമർപ്പണം ഈ വരുന്ന ശനിയാഴ്ച, അതായത് ജൂലൈ 11-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് ക്ഷേത്രത്തിൻ്റെ രക്ഷാധികാരിയും ഊരാളുമായ ബ്രഹ്മശ്രീ കുറൂർ കൃഷ്ണൻ ഭട്ടതിരിപ്പാട് അവർ നിർവഹിക്കും. ആ ചടങ്ങിൽ പ്രശസ്ത ഗായിക പത്മഭൂഷൺ ഡോക്ടർ KS ചിത്ര പങ്കെടുക്കുന്നതായിരിക്കും. നവീകരണത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൻ്റെ ഊട്ടൂര നവീകരണം, ക്ഷേത്രക്കുളം നവീകരണം, അങ്ങനെ ഒട്ടേറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. ഏകദേശം 1 കോടിയിൽ പരം രൂപയോളം നിർമ്മാണ പ്രവർത്തനങ്ങളായി നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം ഭംഗിയായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഇനി അതിൻ്റെ പൂർത്തീകരണമായിട്ടാണ് ഈ നവീകരണ കലശം നടക്കുന്നത്. ഈ നവീകരണത്തോടനുബന്ധിച്ച് ഒട്ടേറെ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ക്ഷേത്രത്തിൽ ചേരുന്ന ചടങ്ങിൽ വെച്ച് പ്രശസ്ത ഗാനരചയിതാവ് ശ്രീ BK ഹരിനാരായണൻ നിർവഹിക്കും. ആ ചടങ്ങിൽ പ്രശസ്ത ഗായകൻ ശ്രീ സംഗീതാനന്ദൻ പങ്കെടുക്കുന്നതായിരിക്കും. അതേ തുടർന്ന് പ്രശസ്ത സോപാന സംഗീത ഗായകൻ ശ്രീ അമ്പലപ്പുഴ വിജയകുമാർ അവതരിപ്പിക്കുന്ന ഒരു സോപാന സംഗീതാർച്ചന ഉണ്ടായിരിക്കുന്നതാണ്. നാളെ, അതായത് നവീകരണ കലശത്തിൻ്റെ 2-ാം ദിവസമായ ജൂലൈ 9-ാം തീയതി വ്യാഴാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര സംസ്കാരം എന്ന വിഷയത്തെപ്പറ്റി ഒരു സംവാദം സംഘടിപ്പിച്ചിട്ടുണ്ട്. നാളെ വൈകിട്ട് കൈപ്പറമ്പുകാവ് ഭഗവതിയെ പറ്റി ഒരുക്കിയിരിക്കുന്ന പഞ്ചകനാമാർച്ചന എന്നൊരു ഓഡിയോ കാസറ്റിൻ്റെ ലോഞ്ച് കൂടി നാളെ നടക്കുകയാണ്. പ്രശസ്ത ആധ്യാത്മിക ആചാര്യൻ മാധവൻ കിഴക്കേടത്താണ് അതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. അത് സംഗീത സംവിധാനം ചെയ്ത് പാടിയിരിക്കുന്നത് പ്രശസ്ത സംഗീത സംവിധായകൻ മണികണ്ഠൻ അയ്യപ്പയാണ്. അതിൻ്റെ പ്രൊഡ്യൂസർ പെർഫെക്റ്റ് വെഞ്ചിലെ കിഷോറും മണികണ്ഠൻ അയ്യപ്പയും ചേർന്ന് നാളെ അതിൻ്റെ ലോഞ്ച് ക്ഷേത്രത്തിൽ വെച്ച് നിർവഹിക്കും. അതിനെ തുടർന്ന് വ്യാസൻ എന്ന പ്രശസ്ത ഭക്തി പ്രഭാഷകനാണ് വ്യാസൻ്റെ ഒരു ഭക്തി പ്രഭാഷണം ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ ഒരു വ്യാഴവട്ടക്കാലത്തിനു ശേഷമാണ് പുനഃപ്രതിഷ്ഠയും നവീകരണ കലശവും വൈദിക ആചാരങ്ങളുടെ സാംസ്കാരിക പരിപാടികളോടും കൂടി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നത്. മിഥുനം 29 തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ ബ്രഹ്മകലശവും മിഥുനം 31 ബുധനാഴ്ച രാവിലെ 6:55 മുതൽ 7:21 വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ ഭഗവതി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠയും നടത്തുവാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. 2025 ഒക്ടോബർ 21 നടന്ന അഷ്ടമംഗല പ്രശ്നത്തിൽ നിർദ്ദേശിച്ച അതിഗൗരവമുള്ളതും അടിയന്തരമായി പരിഹരിക്കേണ്ടതുമായ ഭഗവതി ക്ഷേത്രം ശ്രീകോവിൽ പുനർനിർമ്മാണം പൂർണ്ണമായും കരിങ്കല്ലിൽ നിർമ്മിച്ച മുകൾ ഭാഗം ചെമ്പോലമേഞ്ഞാണ് പൂർത്തീകരിച്ചത്. ഒപ്പം തന്നെ ഉപദേവതകളായ ശാസ്താവിന്റെയും ദുർഗയുടെയും ശ്രീകോവിൽ നവീകരണവും ക്ഷേത്രത്തിന്റെ കിഴക്കുഭാഗത്ത് റോഡിന് അഭിമുഖമായി അലങ്കാര ഗോപുരത്തിന്റെയും ചുറ്റുമതിലിന്റെയും നിർമ്മാണവും ക്ഷേത്ര ചുറ്റമ്പലം, നടപ്പുര, പാലത്തറ, ഊട്ടുപുര, ക്ഷേത്രകുളം, ഓഫീസ് എന്നിവയുടെ അറ്റകുറ്റപ്പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട്. നവീകരണ കലശത്തോടനുബന്ധിച്ച് നടത്തുന്ന അതിവിപുലമായ സാംസ്കാരിക പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. ജൂലൈ 8 ബുധനാഴ്ച വൈകിട്ട് 7 മണിക്ക് സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം ഗാനരചയിതാവ് BK ഹരിനാരായണൻ നിർവഹിക്കും. ഗായകൻ
സന്നിധാനത്തൻ വിശിഷ്ടാതിഥിയാകും. ജൂലൈ 9 വ്യാഴാഴ്ച 7-ന് വ്യാസന്റെ ആധ്യാത്മിക പ്രഭാഷണം, തുടർന്ന് നൃത്തനൃത്യങ്ങൾ. ജൂലൈ 10 വെള്ളിയാഴ്ച രാവിലെ 9:30-ന് പൂർണ്ണന്തു ഭജൻസ് തൃശൂർ അവതരിപ്പിക്കുന്ന ഭജൻ നൃത്ത സംഗീതോത്സവം ഉദ്ഘാടനം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നിർവഹിക്കും. ജൂലൈ 11 ശനിയാഴ്ച വൈകിട്ട് 5-ന് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം. വൈകിട്ട് 5:30-ന് പ്രഥമ ഭൈരവി പുരസ്കാരം പത്മഭൂഷൺ ഡോക്ടർ KS ചിത്രയ്ക്ക് കഥകളി ആചാര്യൻ പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാൻ സമർപ്പിക്കുന്നു. AV ഗോപിനാഥ് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ, ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്രം ഊരാളൻ ബ്രഹ്മശ്രീ കുറൂർ കൃഷ്ണൻ ഭട്ടതിരിപ്പാട്, പഴങ്ങാമ്പറമ്പ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ജീവൻ R മേനോൻ, RLV ആനന്ദ് എന്നിവർ വിശിഷ്ടാതിഥികളാകും. ജൂലൈ 12-ന് കാലത്ത് 9 മണിക്ക് ആതിരോത്സവത്തിന്റെ ഉദ്ഘാടനം സിനിമാ നടൻ TG രവി നിർവഹിക്കും. 8-ന് ഗൗരിശങ്കരം ഭജൻസിന്റെ ഭജന. ജൂലൈ 13-ന് കാലത്ത് 10-ന് ചാക്യാർകൂത്ത്, വൈകിട്ട് 7:45-ന് നാഗദിഗംബരി എന്നിവ അരങ്ങേറും. ജൂലൈ 15-ന് രാവിലെ 9-ന് കുമാരി ആശാ സുരേഷിന്റെ സോപാന സംഗീതാർച്ചനയും വൈകിട്ട് 7:45-ന് വീരനാട്യവും അരങ്ങേറും. ജൂലൈ 15-ന് 8-ാം ദിവസം പരക്കാട് തങ്കപ്പന്മാർ, കോട്ടക്കൽ രവി എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അരങ്ങേറും. തൃശൂർ ഓൺലൈൻ പ്രസ് ക്ലബ്ബിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ കൈപ്പറമ്പുകാവ് നവീകരണ കലശ സമിതി ഭാരവാഹികളായ പ്രകാശ് MV, വിജീഷ് MR, ആനന്ദ് PR, അജയൻ നമ്പ്യാർ എന്നിവർ പങ്കെടുത്തു.